إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന, അവന്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിച്ചുകൊണ്ട് എവിടെ നിന്നും മടങ്ങിപ്പോകണമേ എന്ന് ആദ്യമായി തന്നെ ഓർമ്മപ്പെടുത്തട്ടെ. ഖുർആനിൽ പലയിടങ്ങളിലായി അള്ളാഹു നമ്മെ ഓർമ്മിപ്പിച്ച ഒരു സംഭവമാണ് നമ്മുടെ പിതാവ് ആദം അലൈഹിസ്സലാമിനെ ശൈത്താൻ വഴിപിഴപ്പിച്ച കഥ. എന്തുകൊണ്ടായിരിക്കാം എത്രയോ കാലങ്ങൾക്ക് മുമ്പേ സംഭവിച്ചു പോയ ഈ ഒരു സംഭവം അല്ലാഹു അവന്റെ അന്തിമ പ്രവാചകനിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നമ്മെ അറിയിച്ചു തന്നത്? നമ്മുടെ ഉപ്പ അതുപോലെ നമ്മുടെ ഉമ്മ, അവരിരുവർക്കും പറ്റിയ ആ തെറ്റ് നമ്മിൽ വീണ്ടും ആവർത്തിക്കപ്പെടാതിരിക്കാനാണ്. പിശാച് ഏത് തന്ത്രമാണോ ഉപയോഗിച്ചത് അതേ തന്ത്രവുമായി നിങ്ങളുടെ അടുക്കലേക്കും എത്തും. നിങ്ങൾ ജാഗരൂകരായിരിക്കണം എന്ന ഒരു അറിയിപ്പ് ഈ ആയത്തുകളിലുണ്ട്. അല്ലാഹു പറഞ്ഞില്ലേ, യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, ഇന്ന വഅദല്ലാഹി ഹഖ്, അല്ലാഹുവിന്റെ വാഗ്ദത്തം സത്യമാണ്. മരണം, അതിനുശേഷമുള്ള ജീവിതം, അത് സത്യമാണ്, വെറും വാക്കല്ല. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ, അതുകൊണ്ട് ദുനിയാവിലെ ഈ ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. മരണശേഷമുള്ള ആ ജീവിതത്തെ സംബന്ധിച്ചുള്ള സംശയവും മറ്റും ഉണ്ടായിക്കൊണ്ട്, അല്ലെങ്കിൽ ദുനിയാവിൽ തന്നെ വ്യാപൃതരായിക്കൊണ്ട് ആഖിറത്തിനെ സംബന്ധിച്ച് ചിന്തയില്ലാതെ ജീവിച്ച് ഈ ദുനിയാവിലെ ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, അങ്ങേയറ്റത്തെ ചതിയനായ ശൈത്താൻ അവനും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അല്ലാഹു ഭൂമിയെ സംബന്ധിച്ചു പറഞ്ഞല്ലോ, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ, ഭൂമിക്ക് മുകളിലുള്ളതെല്ലാം നാം അതാ ഭംഗിയാക്കിയിരിക്കുന്നു. മനുഷ്യന്റെ ഹൃദയത്തിന് അലങ്കാരം തോന്നുമാറ്, ആകർഷണം തോന്നുമാറ് സൃഷ്ടിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് അല്ലാഹു അങ്ങനെ ചെയ്തിട്ടുള്ളത്? നമുക്കറിയാം, ഈ ഭൂമിയിലുള്ളത് ഓരോന്നിനോടും ഓരോരുത്തർക്കും വ്യത്യസ്ത തരത്തിലാണ് ബന്ധം, വ്യത്യസ്ത താല്പര്യങ്ങളാണ്. എന്തിനാണ് അല്ലാഹു അത് ചെയ്തിട്ടുള്ളത്? ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല, ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് ആര് എന്ന പരീക്ഷണമാണ്. യാ അയ്യുഹന്നാസ് ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. ശേഷം അല്ലാഹു പറഞ്ഞു, ഇന്ന ശൈത്താന ലക്കും അദു, ശൈത്താൻ നിങ്ങൾക്ക് ശത്രുവാണ്. ശത്രുവാണെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചില്ല, ശത്രുവാണെന്ന് അറിഞ്ഞാൽ തന്നെ മതിയായതാണ് അവനെ സംബന്ധിച്ച് നാം ശ്രദ്ധ പുലർത്താൻ. അല്ലാഹു ശേഷം പറഞ്ഞു, ഫത്തഖിദൂഹു അദുവ, നിങ്ങൾ അവനെ ശത്രുവായി തന്നെ സ്വീകരിച്ചുകൊള്ളുവിൻ. ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ, അവൻ അവന്റെ കൂട്ടാളികളെ ക്ഷണിക്കുന്നത് കത്തിജ്വലിക്കും നരകത്തിന്റെ ആളുകളായി തീരാൻ വേണ്ടിയാണ്.
അപ്പോൾ പിശാചിനെ ശത്രുവാക്കി വെക്കുക എന്നത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹു പറഞ്ഞില്ലേ, വയാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന, ഓ ആദമേ നീയും നിന്റെ ഭാര്യയും സ്വർഗ്ഗത്തിൽ താമസിച്ചു കൊള്ളുക. ഫകുലാ മിൻ ഹൈസു ശിഅ്തുമാ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്നും ഭക്ഷിച്ചു കൊള്ളുക. എന്നാൽ ഒരു കാര്യം മാത്രം അതിനെ സംബന്ധിച്ച് വിലക്കി. എന്താണത്? വലാ തഖറബ ഹാദിഹി ഷജറ, വേണ്ടതെല്ലാം, ഉദ്ദേശിക്കുന്നതെല്ലാം, ആഗ്രഹിക്കുന്നതെല്ലാം ഭക്ഷിച്ചു കൊള്ളുക. എന്നാൽ ഈ ഒരു വൃക്ഷത്തെ നീ അടുത്തു പോകരുത്, അതിനെ സമീപിച്ചു പോകരുത്. അങ്ങനെയെങ്കിൽ ഫതകൂന മിനൽ ളാലിമീൻ, നീ ളാലിമീങ്ങളിൽ അകപ്പെട്ടു പോകും. എന്നാൽ എന്തു സംഭവിച്ചു? ഫവസ്വസ ലഹുമ ശൈത്താൻ, പിശാച് വസ്വാസ് ഉണ്ടാക്കുകയും ലിയുബ്ദിയ ലഹുമാ മാ വൂരിയ അൻഹുമാ മിൻ സൗആതിഹിമാ, അങ്ങനെ അതിന്റെ പര്യവസാനം അവരുടെ നഗ്നതകൾ പരസ്പരം കാണുമാറ് ഔറത്ത് വെളിവാകുകയുണ്ടായി. ശേഷം പിശാച് പറഞ്ഞു, വഖാല മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി ഷജറ, അല്ലാഹു ഈ വൃക്ഷത്തെ തൊട്ട് നിങ്ങളെ വിലക്കിയത്, ഇതിലെ കനി ഭക്ഷിക്കണ്ട എന്ന് പറഞ്ഞത് ഇന്ന കാരണം കൊണ്ടാണ് എന്ന് പറഞ്ഞ് നല്ല ഒരു ന്യായീകരണം ഇട്ടുകൊടുക്കുകയാണ്. എന്താണ്? ഇല്ല അൻ തകൂന മലക്കൈൻ, നിങ്ങൾ ഇരുവരും മലക്കുകളായി തീരും. ഔ തകൂന മിനൽ ഖാലിദീൻ, അതുപോലെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ സ്ഥിര താമസക്കാരായി തീരും. എന്ത് നല്ല വാഗ്ദാനം, എന്ത് നല്ല ന്യായീകരണം. നോക്കൂ, ഇതേ തന്ത്രമാണ് നമ്മിലും പിശാച് പ്രയോഗിക്കുന്നത്. അല്ലാഹു ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ അത് അനുവദനീയമാക്കാൻ, അല്ലെങ്കിൽ അതിലേക്ക് നമ്മെ എത്തിക്കാൻ പിശാച് ഉപയോഗിക്കുന്ന പല തന്ത്രങ്ങളിൽ ഒന്നിതാണ്. ഉദാഹരണത്തിന് പലിശയെ എടുത്തു നോക്കൂ. ആളുകൾ പറയുന്നത് കാണാം, അത് ആ കാലത്തുള്ള അവസ്ഥ പോലെയല്ല ഈ കാലത്ത് എന്നിങ്ങനെ പല ന്യായീകരണങ്ങൾ. ഇതാ അതേ ന്യായീകരണമാണ് പിശാച് ആദം അലൈഹിസ്സലാം നമ്മുടെ ഉപ്പയ്ക്കും ഇട്ടുകൊടുത്തത്. അദ്ദേഹം അതിൽ വീണുപോയി. നോക്കൂ, മലക്കുകൾ അല്ലെങ്കിൽ സ്വർഗത്തിൽ സ്ഥിര താമസക്കാർ, അതുപോലെ മലക്കുകളും ആയിത്തീരും. അതുകൊണ്ടാണ് ആ കനി ഭക്ഷിക്കരുത് എന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ആ വാഗ്ദാനത്തിൽ എന്തു സംഭവിച്ചു? അവരിരുവരും വീണുപോയി. വഖാസമഹുമാ, പിശാച് സത്യം ചെയ്തു പറഞ്ഞു, ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ, ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു നാസിഹാണ്, നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്ന, നിങ്ങൾക്കൊരു ഗുണകാംക്ഷ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടിയാണ് ഞാൻ ഈ യാഥാർത്ഥ്യം നിങ്ങളെ അറിയിച്ചു തന്നത് എന്ന കളവ് പറയുന്നു, കളവിലൂടെ വാഗ്ദാനം നൽകുന്നു. ശേഷം എന്തു സംഭവിച്ചു? ഫദല്ലാഹുമാ ബിഗുറൂർ, അങ്ങനെ ആ ചതിയിലൂടെ പിശാച് അവരിരുവരെയും അവർക്ക് അല്ലാഹു നൽകിയ ആ സ്വർഗ്ഗസ്ഥാനത്ത് നിന്നും താഴെ ഇറക്കി. ഫലമ്മാ ദാഖ അശ്ശജറത ബദത് ലഹുമാ സൗആതുഹുമാ, അങ്ങനെ ആ കനി ഭക്ഷിച്ചപ്പോൾ അവരിരുവരുടെയും ഔറത്തുകൾ വെളിവായി. വതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന, അവരിരുവരും സ്വർഗീയ ഇലകളിൽ അത് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഔറത്തുകൾ മറയ്ക്കാൻ തുടങ്ങി. നോക്കൂ, അല്ലാഹു അവനെ ധിക്കരിച്ചതിന്റെ ഫലമായി നൽകിയ ഒരു ശിക്ഷയാണ്, താൽക്കാലിക ശിക്ഷയാണ് നഗ്നതകൾ വെളിവായി എന്നത്. വനാദാഹുമാ റബ്ബുഹുമാ അലം അൻഹകുമാ അൻ തിൽകുമാ അശ്ശജറ, ശേഷം അല്ലാഹു തആല അവരോടായി പറഞ്ഞു, ഓ ഞാൻ നിങ്ങളെ അതിനെ സംബന്ധിച്ച് വിലക്കിയില്ലായിരുന്നോ? ആ വൃക്ഷത്തെ തൊട്ട് ഞാൻ നിങ്ങളെ വിലക്കിയില്ലായിരുന്നോ? വഅഖുൽ ലകുമാ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നോ? ഇന്ന ശൈത്താന ലകുമാ അദുവ്വുൻ മുബീൻ, പിശാച് നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണെന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചു തന്നിട്ടില്ലായിരുന്നോ എന്ന് അല്ലാഹു ചോദിക്കുകയും ചെയ്തു. ശേഷം അവരിരുവരും, ആദം അലൈഹിസ്സലാം ഹവ്വ അലൈഹിസ്സലാം, അവർക്ക് പറ്റിയ തെറ്റു മനസ്സിലായി. പിശാചിനെ പോലെ അള്ളാഹുവിനെ ധിക്കരിച്ച ശേഷം അതിൽ തന്നെ അഹങ്കാരത്തോടെ തുടർന്നില്ല. നോക്കൂ, പാപങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നാം സ്വീകരിക്കേണ്ട നിലപാട് അതിനൊരു നല്ല ഉദാഹരണമാണിത്. അഹങ്കാരികളായി അതിൽ തന്നെ തുടരാതെ ഹറാമിൽ പെട്ടുപോയി, ധിക്കരിച്ചു പോയി എന്ന് ബോധ്യപ്പെട്ടാൽ ഉടൻ തന്നെ അവസാനിപ്പിക്കുക, അംഗീകരിക്കുക. കാര്യം അംഗീകരിക്കൽ അത് ആദം അലൈഹിസ്സലാമിന്റെ മാതൃകയിലുള്ള ഒന്നാണ്. അവരിരുവരും പറഞ്ഞു, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, വലംന അൻഫുസന, ഞങ്ങളോട് തന്നെ ദുൽമ ചെയ്തിരിക്കുന്നു. വഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകിയില്ല എങ്കിൽ, അഥവാ നിന്റെ ശിക്ഷ ഞങ്ങളിൽ നിന്നും നീ മാറ്റിയിട്ടില്ല എങ്കിൽ, ഒഴിവാക്കി തന്നിട്ടില്ല എങ്കിൽ, വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, നീ ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ല എങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോവുക തന്നെ ചെയ്യും. ശേഷം അല്ലാഹു അവരോടായി പറഞ്ഞു, ഇഹ്ബിതു ബഅദുകും ലിബഅദിൻ അദുവ്, നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊള്ളുക, നിങ്ങൾ ചിലർക്ക് ശത്രുക്കളാണ്. വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാ ഹീൻ, ഭൂമിയിൽ
അല്പകാലത്തേക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങളും താമസ സൗകര്യവും നിങ്ങൾക്ക് അവിടെ ഉണ്ട്. നോക്കൂ സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഈമാനോടുകൂടി ജീവിച്ചാൽ നമുക്ക് എത്തിച്ചേരാനുള്ളത് സ്വർഗമാണ്. നമ്മുടെ തറവാട് അത് സ്വർഗമാണ്. അല്ലാഹു ഇവിടെ പ്രയോഗിച്ച പ്രയോഗം നോക്കൂ, വലക്കും ഫിൽ അർളി മുസ്തഖർ വമതാഉൻ ഇലാ ഹീൻ. ഒരവധി വരെ, ഒരു കാലം വരെ കഴിഞ്ഞുകൂടാനുള്ള വിഭവങ്ങൾ നിങ്ങൾക്ക് അവിടെ ഉണ്ട്. ഇത് കഴിഞ്ഞാൽ തിരിച്ചെന്റെ അടുക്കലേക്ക് തന്നെ എത്തേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് ഈ ഒരു യാഥാർത്ഥ്യം, കുറച്ചു കാലത്തേക്ക് കഴിഞ്ഞുകൂടാൻ വന്നവരാണ് നാം. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു ചെല്ലേണ്ടത് റബ്ബിന്റെ അടുക്കലാണ്. ഈ ഒരു യാഥാർത്ഥ്യം ഈ ദുനിയവിയായ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ശേഷം അല്ലാഹു പറഞ്ഞു, ഖാല ഫീഹാ തഹ്യൗൻ, നിങ്ങൾ ആ ഭൂമിയിൽ ജീവിക്കുകയും വഫീഹാ തമൂതൂൻ, അവിടെ തന്നെ മരണമടയുകയും വമിൻഹാ തുഖ്റജൂൻ, അവിടെ നിന്ന് തന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് മരണമടഞ്ഞ ശേഷം പുനരുജ്ജീവിപ്പിക്കപ്പെട്ട എന്റെ അടുക്കലേക്ക് തന്നെ എത്തുന്നതാണ്. ശേഷം അല്ലാഹു ഒരു കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആദം അലൈഹിസ്സലാമിനും ഹവ്വ അലൈഹിസ്സലാമിനും സംഭവിച്ച ആ പിഴവ് നിങ്ങളിൽ ആവർത്തിച്ചുകൂടാ. യാ ബനി ആദം, ഓഹേ മനുഷ്യരെ, ആദമിന്റെ സന്തതികളെ, ലാ യഫ്തിനന്നകും ശൈത്താൻ, പിശാച് നിങ്ങളെ ഫിത്നയിലാക്കാതിരിക്കട്ടെ, പിശാച് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളെ അവൻ പുറത്താക്കിയതുപോലെ നിങ്ങളിലും അവൻ ആ തന്ത്രം പ്രയോഗിക്കാതിരിക്കട്ടെ. അങ്ങനെ അവർ ആ ചെയ്ത പാപം കാരണത്താൽ അവരുടെ വസ്ത്രങ്ങൾ നീങ്ങിപ്പോവുകയും അവരുടെ ഔറത്തുകൾ വെളിവാവുകയും ചെയ്തു. ഇന്നഹു യറാകും ഹുവ വഖബീലുഹു, ശൈത്താനും അവന്റെ കൂട്ടാളികളും നിങ്ങളെ കാണുന്നുണ്ട്. മിൻ ഹൈസു ലാ തറൗനഹും, എന്നാൽ നിങ്ങൾക്ക് അവരെ കാണാൻ സാധിക്കുന്നില്ല. അല്ലാഹു പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, പിശാചിനെയും കൂട്ടാളികളെയും നിങ്ങൾ കാണുന്നില്ല എന്ന് കരുതി അവരിൽ നിന്നും നിങ്ങൾ ജാഗ്രത പാലിക്കാതിരിക്കരുത് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നാ ജഅൽനാ ശയാത്തീന ഔലിയാ ലില്ലദീന ലാ യുഅ്മിനൂൻ, ഈമാനില്ലാത്ത ആളുകൾക്ക് ഔലിയാ ആയിക്കൊണ്ട്, അവരുടെ അടുത്ത ആളുകളായിക്കൊണ്ട്, സഹായി ആയിക്കൊണ്ട് അല്ലാഹു പിശാചിനെ നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പിശാചിനെ സംബന്ധിച്ചിടത്തോളം അവൻ പല തന്ത്രങ്ങളുമായി നമ്മുടെ അടുക്കലേക്ക് വരും. നാം മുൻകൂട്ടി കരുതിയിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഖുർആനിലും ഹദീസിലും ഈ വിഷയത്തിൽ എന്തെല്ലാമാണോ നാം ജാഗ്രത പുലർത്താനായി അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്, അത് നാം ജീവിതത്തിൽ പകർത്തി അല്ലെങ്കിൽ അറിവ് നേടിക്കൊണ്ട് നാം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. നോക്കൂ, നവാസ് ഇബ്നു സമആൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു മനോഹരമായ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദറബല്ലാഹു മസലൻ സിറാത്തൻ മുസ്തഖീമ, സിറാത്തുൻ മുസ്തഖീം അഥവാ ഇസ്ലാമിന് നല്ലൊരു ഉദാഹരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഉദാഹരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അറിയിക്കുന്ന ഒരു ഖുദ്സിയായ ഹദീസാണ്. എന്താണ് ഇസ്ലാമിന്റെ ഉദാഹരണം? ഒരു നേരായ പാത പോലെയാണ്, ഒരു നേരെയുള്ള ഒരു വഴി. വഅലാ ജംബതൈ അസ്സിറാത്തി സൂറാൻ, ആ പാതയുടെ ഇരുവശങ്ങളിലും മതിലുകളുണ്ട്. ഫീഹിമ അബ്വാബുൻ മുഫത്തഹ, ആ ഇരു മതിലുകളിലും തുറക്കപ്പെട്ട വാതിലുകളുണ്ട്. വഅലൽ അബ്വാബി സുതൂറുൻ മുർഹാദ്, ആ വാതിലുകൾക്ക് മേൽ, ആ തുറക്കപ്പെട്ട വാതിലുകൾക്ക് മേൽ അഴിച്ചിടപ്പെട്ട കർട്ടനുകളുണ്ട്. വഅലാ ബാബി സിറാത്തി ദാഇൻ യഖൂൽ, ആ പാതയുടെ ആരംഭത്തിൽ തന്നെ വിളിച്ചു പറയുന്ന ഒരാൾ ഉണ്ട്. എന്താണ് ആൾ പറയുന്നത്? അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, ഉദ്ഖുലുസ് സിറാത്ത ജമീഅ, നിങ്ങൾ ഈ നേരായ ഈ പാതയിലേക്ക് പ്രവേശിക്കുവിൻ. വലാ തതഅറജു, നിങ്ങൾ പല ഭാഗങ്ങളിലേക്കായി പോകാതെ ഈ നേരായ പാതയിൽ പ്രവേശിക്കുവിൻ. വദാഇൻ യദൂ മിൻ ഫൗഖി സിറാത്ത്, ആ പാതയുടെ മുകളിൽ നിന്ന് വിളിച്ചു പറയുന്ന മറ്റൊരു വിളിക്കുന്ന ആളുണ്ട്. ഫഇദാ അറാദ യഫ്തഹു ശൈഅൻ മിൻ തിൽകൽ അബ്വാബ്, അങ്ങനെ ഈ പാതയിലൂടെ സഞ്ചരിക്കുന്ന ആൾ ഈ കർട്ടൻ മാത്രമുള്ള ഈ വാതിലിലേക്ക് പ്രവേശിക്കാൻ നോക്കുമ്പോൾ ഈ പറയുന്ന ആൾ, ഈ മുകളിലുള്ള ആൾ വിളിച്ചു പറയും, വൈഹക് ലാ തഫ്തഹു, റഹ്മത്തോടെയും വേദനയോടെയും വിളിച്ചു പറയും, നീ അത് തുറക്കല്ലേ. قال ويحك لا تفتحه فإنك إن تفتحه تلجه, നീ അത് തുറന്നാൽ നീ അതിലേക്ക് പ്രവേശിച്ചു പോകുന്നതാണ്. വസ്സിറാത്തു അൽ ഇസ്ലാം, ശേഷം ഓരോന്നും എന്താണ് ഈ ഉദാഹരണങ്ങൾ ഓരോന്നും എന്ന് വിശദീകരിക്കുകയാണ്. അസ്സിറാത്ത്, ഈ പാത അത് ഇസ്ലാമാണ്. വസ്സൂറാൻ, ഇരുവശങ്ങളിലുള്ള രണ്ട് മതിലുകൾ, ഹുദൂദുല്ലാ, അല്ലാഹു നിശ്ചയിച്ച പരിധിയാണ് അഥവാ അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളാണ് ഈ രണ്ട് മതിലുകൾ. വൽ അബ്വാബുൽ മുഫത്തഹ, ആ തുറന്നിരിക്കുന്ന വാതിലുകളോ മഹാരിമുല്ലാ, അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളാണ്.
വദാലിക ദാഇ അലാ റഅസി സിറാത്ത്, ആ പാതയുടെ ആരംഭത്തിൽ വിളിച്ചു പറയുന്ന ആ ആൾ കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബാണ് അഥവാ ഖുർആനാണ്. വദ്ദാഇ മിൻ ഫൗഖി സിറാത്ത്, ആ പാതയുടെ മുകളിൽ നിന്നും വിളിച്ചു പറയുന്ന ആൾ വാഇദുല്ലാഹി ഫീ ഖൽബി കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിന്റെയും ഖൽബിൽ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു ഉപദേശകനാണ്. ആ കർട്ടൻ ഇടപെട്ട, നോക്കൂ, അടച്ചുറപ്പുണ്ട് എന്നല്ല, വെറും ഒരു കർട്ടൻ മാത്രമേ ഉള്ളൂ. ഈ ഹദീസ് വിശദീകരിക്കുക പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് ഹറാമിലേക്കുള്ള മാർഗത്തിൽ അതിൽ പ്രവേശിക്കുന്നതിനെ തൊട്ട് തന്നെ താക്കീതുണ്ട്. അടച്ചുറപ്പുള്ള വാതിലല്ല, മറിച്ച് തുറന്നിടപ്പെട്ട, കർട്ടനാൽ മൂടപ്പെട്ട, അപ്പുറത്ത് എന്തെന്ന് കാണാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് സിറാത്തുൽ മുസ്തഖീമിലൂടെ മുസ്ലിം ആയിക്കൊണ്ടുള്ള ഈ യാത്രയിൽ ഹറാമിലേക്കുള്ള മാർഗത്തിൽ പ്രവേശിക്കുന്നതിനെ തൊട്ട് തന്നെ താക്കീതാണ് ഈ ഹദീസ്. നോക്കൂ, വാഇദുല്ലാഹി ഫീ ഖൽബി കുല്ലി മുസ്ലിം, അല്ലാഹു മുസ്ലിമിന്റെ ഹൃദയത്തിൽ നിശ്ചയിച്ച ഒരു ഉപദേശകൻ എന്ന് പറഞ്ഞു. നമുക്കിത് അനുഭവപ്പെടുന്ന കാര്യമാണ്. ഹറാമിലേക്ക് പോകുമ്പോൾ അങ്ങോട്ട് അടുക്കല്ലേ എന്ന് പറയുന്ന, അതിനെ സംബന്ധിച്ച് നമ്മെ പിൻവലിക്കുന്ന ഒരു ഉപദേശകൻ നമ്മുടെ ഖൽബിലുണ്ട് എന്ന് അല്ലാഹു അറിയിച്ചു തരികയാണ്. പാപങ്ങൾ കൂടുന്തോറും, ഹറാമുകളിൽ വ്യാപൃതരാകൽ വർദ്ധിക്കും തോറും ഈ ഉപദേശം, ഇതിന്റെ വീര്യം കുറയുമെന്നും പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ആദ്യമായി ഒരു ഹറാമ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം അതുപോലെയല്ല അതിൽ തന്നെ തുടർന്നു പോകുന്ന ഒരാളുടെ അവസ്ഥ. നോക്കൂ, ഹറാമിലേക്ക് എത്താതിരിക്കാൻ അള്ളാഹു ചെയ്ത റഹ്മത്തായ, അള്ളാഹു നമ്മോട് ചെയ്ത കാരുണ്യങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണിത്. ഈ ഉദാഹരണത്തിൽ നിന്നും മുസ്ലിമായിക്കൊണ്ട് ജീവിക്കുമ്പോൾ ഹറാമിലേക്കുള്ള മാർഗത്തിൽ പ്രവേശിക്കുന്നതിനെ സംബന്ധിച്ചുള്ള വലിയ താക്കീത്, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ, അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിക്കുക പറഞ്ഞതായി കാണാം. നമ്മുടെ ഫോണും മറ്റും നാം ഉപയോഗിക്കുമ്പോൾ എന്താ ഒരു പ്രത്യേക ഉദ്ദേശം പോലും ഇല്ലാതെയാണ് പലപ്പോഴും നാം അത് ഉപയോഗിക്കാറ്. എന്തിനാണ് ഈ ലോക്ക് തുറന്നത്, ഇപ്പോൾ എന്തിനാണ് തുറന്നത് എന്ന് നമ്മോട് തന്നെ ചോദിച്ചാൽ അറിയില്ല. കാണുന്ന ആപ്ലിക്കേഷനുകളെല്ലാം ഉപയോഗിച്ച് അനുവദനീയമായ കാര്യമാണെങ്കിലും അവസാനം അത് ഹറാമിലേക്ക് എത്തുന്ന അവസ്ഥ ഉണ്ടാക്കിക്കൂടാ. അതുകൊണ്ട് പ്രവേശിക്കുന്ന മാർഗം തന്നെ എപ്പോഴും നാം നമ്മോട് ചോദിക്കുക, എവിടെയാണ് ഇതിന്റെ പര്യവസാനം എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ യഥാവിധി പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അതിലുണ്ടാകുന്ന പ്രയാസത്തിൽ ക്ഷമിക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد, ദുൽഖഅദ മാസം അവസാനിക്കാനിരിക്കുന്നു. ദുൽഹിജ്ജ ഇദാ അടുത്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് പ്രത്യേകം രണ്ട് കാര്യങ്ങൾ മാത്രം ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമത്തേത് ബലികർമ്മത്തെ സംബന്ധിച്ചാണ്. അല്ലാഹു പറഞ്ഞില്ലേ, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ, നീ നിന്റെ റബ്ബിനു വേണ്ടി നിസ്കരിക്കുക. നിസ്കാരത്തോട് ചേർത്തു പറഞ്ഞ കാര്യമാണെന്ത്? വൻഹർ, നീ ബലിയർപ്പിക്കുക, അല്ലാഹുവിനു വേണ്ടി അറുക്കുക എന്നത്. നോക്കൂ, പല ഇബാദത്തുകൾ നാം ചെയ്തിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് നോറ്റിട്ടുണ്ട്, ഹറാമുകളിൽ നിന്നും കണ്ണു താഴ്ത്തിയിട്ടുണ്ട്, പലതും നാം ചെയ്തിട്ടുണ്ട്. എന്നാൽ അല്ലാഹുവിനു വേണ്ടി സ്വന്തം നഫ്സിന് പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഒരു കാലിയെ അറുക്കുക എന്നത്. തന്റെ മനസ്സിനെ പ്രയാസപ്പെടുത്തി തന്റെ ഇഷ്ടത്തെ മാറ്റിവെച്ച് അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് മുൻഗണന നൽകുന്ന ഒരു ഇബാദത്താണ്, ഒരു പ്രത്യേക ഇബാദത്താണ് നെഹർ എന്നത്. അതുകൊണ്ട് ആ ഇബാദത്തിന്റെ കാര്യത്തിൽ സാധ്യമാകുന്ന ആളുകൾ പിന്നോട്ട് നിന്നുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തുടർച്ചയായി ചെയ്തിരുന്നു. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുളഹി ബികബിശൈൻ, അവിടുന്ന് രണ്ട് ആടുകളെ ഉളുഹിയത്ത് അറുക്കാറുണ്ടായിരുന്നു. രണ്ട് ആടുകളെ ഉളുഹിയത്ത് അറുത്തു. എങ്ങനെയുള്ള ആടുകൾ? അംലഹൈനി അഖ്റനൈൻ, രണ്ട് കൊമ്പുകളുള്ള വെള്ള നിറത്തിലുള്ള, അഥവാ ശരീരത്തിന്റെ അധിക ഭാഗവും വെള്ള നിറമുള്ള രണ്ട് ആടുകളെ അവിടുന്ന് ഉളുഹിയത്ത് അറുത്തു എന്ന് ഹദീസിൽ കാണാം. അവിടുന്ന് തുടർച്ചയായി ചെയ്തിരുന്ന ഒരു ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നാം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും ഷാഫിഈ മദ്ഹബാണ് പ്രചരിച്ചിരിക്കുന്നത്. ഷാഫിഈ മദ്ഹബിൽ അത് സുന്നത്തായ കാര്യമാണ്. മറ്റു ചില പണ്ഡിതന്മാർ വാജിബാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും
ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം അത് പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ ഇതിലെ അഭിപ്രായ വ്യത്യാസം സുന്നത്താണോ നിർബന്ധമാണോ എന്നത് തന്നെ ഇതിന്റെ പ്രാധാന്യത്തെ അറിയിക്കുന്നുണ്ട്. ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ സാധ്യമായിട്ടും അത് ചെയ്യാത്തവർ അതിന്റെ പാപഭാരം വഹിക്കേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ സാധ്യമാകുന്നവർ ഇതിൽ നിന്നും പിന്നോട്ട് പോകാതിരിക്കുക. സുന്നത്തല്ല എന്ന ന്യായമാണ് പലരും മുമ്പോട്ട് വെക്കാറ്. എത്ര കാര്യങ്ങൾക്ക് നാം പൈസ വിനിയോഗിക്കുന്നു, പലതും വാജിബല്ല, നാം ചെലവഴിക്കുന്നത് പലതും അനുവദനീയമായ കാര്യങ്ങൾക്ക് തന്നെ നാം പൊടിച്ചു കളയുന്ന പണം, ഒരു 5-6 മാസത്തെ പണം എത്രയുണ്ടെന്ന് ആലോചിച്ചാൽ തന്നെ ഒരുപക്ഷെ 1 അതിലധികമോ അറക്കാനുള്ള പണം അത് തന്നെ ഉണ്ടാവാം. അതുകൊണ്ട് സുന്നത്താണ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണ്, അത് ഞാൻ ചെയ്യാനുള്ള മാതൃകയാണ് എന്ന് മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞ അനസ് ബിൻ മാലിക് അദ്ദേഹത്തിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള 2 ആടുകളെ അറുത്തു എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, ഞാനും ഈ മേൽ പറഞ്ഞ പ്രകാരമുള്ള 2 ആടുകളെ അറുക്കുമെന്ന്. ഇതായിരുന്നു സ്വഹാബികളുടെ നിലപാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു മാതൃക കാണിച്ചോ അതിനുവേണ്ടി പരിശ്രമിക്കുക. അതുകൊണ്ട് ഈ ഒരു ഇബാദത്തിന്റെ കാര്യത്തിൽ നാം അശ്രദ്ധരായിക്കൂടാ. രണ്ടാമത്തെ കാര്യം, ദുൽഹിജ്ജ ആദ്യ 10 ദിവസങ്ങളാണ് വരാനിരിക്കുന്നത്. റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങൾ അതിന്റെ ശ്രേഷ്ഠത ഏറെ അറിയപ്പെട്ട കാര്യമാണ്. എന്നാൽ ദുൽഹിജ്ജ ആദ്യ 10 ദിവസങ്ങളുടെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് എന്തുകൊണ്ടാണെന്നറിയില്ല നമ്മുടെ ആളുകളിൽ പലരും അശ്രദ്ധയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അതിന്റെ ശ്രേഷ്ഠതയായി അറിയിക്കുന്ന ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. ഈ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളെ പോലെ സൽക്കർമ്മങ്ങൾക്ക്, സാലിഹായ അമലുകൾക്ക്, അള്ളാഹുവിന്റെ അടുക്കൽ ഇഷ്ടപ്പെടുന്ന സ്വാലിഹായ അമലുകൾ ഈ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ പോലെ മറ്റൊരു ദിവസത്തിലുമില്ല. അള്ളാഹുവിനേറെ ഇഷ്ടമുള്ള അമലുകൾ ഈ ദുൽഹിജ്ജയിലെ 10 ദിവസം ചെയ്യുന്ന അമലുകളാണ്. ഉദാഹരണം, നിർബന്ധമായ കാര്യങ്ങൾ ഈ ദുൽഹിജ്ജയിലെ 10 ദിവസം ചെയ്യുന്നതും അതല്ലാത്ത ദിവസങ്ങളിൽ ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. ഏതാണ് ഏറ്റവും ശ്രേഷ്ഠം? ദുൽഹിജ്ജയിലെ ആദ്യ 10 ചെയ്യുന്നതാണ്. സുന്നത്തായ കാര്യങ്ങളും ഇതുപോലെ തന്നെ. ദുൽഹിജ്ജ ആദ്യ 10 ചെയ്യുന്ന സുന്നത്തായ കാര്യവും അതല്ലാത്ത ദിവസങ്ങളിൽ ചെയ്യുന്ന സുന്നത്തായ കാര്യവും വ്യത്യാസമുണ്ട്. ഏറ്റവും ശ്രേഷ്ഠം ദുൽഹിജ്ജയിൽ ചെയ്യുന്നതാണ്. മുൻഗാമികളിൽ നിന്നും സഈദ് ഇബ്നു ജുബൈർ അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞതായി കാണാം, അദ്ദേഹം കഠിനമായി ഈ 10 ദിവസങ്ങളിൽ പരിശ്രമിക്കാറുണ്ടായിരുന്നു എന്നത്. അതുകൊണ്ട് ഈ ഒരു മരിക്കപ്പെട്ട അല്ലെങ്കിൽ ആളുകളിൽ അറിയപ്പെടാത്ത ഈ ഒരു സുന്നത്തിനെ നാം ജീവിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഈ ദീൻ അത് മുറുകെ പിടിച്ച് ജീവിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, എനിക്ക് ശേഷം ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കാണും, അപ്പോൾ എന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. എത്രത്തോളം? അള്ളു അലൈഹ ബിൻ നവാജ്, നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കുക. അതുപോലെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാട് കാണുന്ന ഈ കാലഘട്ടത്തിൽ അവിടുത്തെ സുന്നത്തിനെ നെഞ്ചോട് ചേർത്ത് കടിച്ചു പിടിച്ചുകൊണ്ട് ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും അല്ലാഹു നൽകുമാറാവട്ടെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا إنك عفو كريم تحب العفو فاعف عنا. توفنا مسلما وألحقنا بالصالحين. وصلى الله وسلم وبارك على نبينا محمد والحمد لله رب العالمين.